സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട്. CCTV പരിശോധിച്ചതിൽ ബസ്സിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല. അപകീർത്തികരമാകുന്ന രീതിയിൽ 7ഓളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. VS രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി തന്നോട് പെരുമാറിയതിന്റെ പേരിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ അല്ല, മനഃപൂർവ്വം ഈ ഫോളോവേഴ്സിനെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഷിംജിത ദീപക്കിനെ ഇരയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു, ഒരു റീൽസ് ചിത്രീകരിക്കുകയായിരുന്നു. അങ്ങനെ ആ യുവാവിനെ മാനസികമായി തളർത്തുകയും അത് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലേ? അത് തീർച്ചയായിട്ടും ഈ കേസിൽ രണ്ട് വാദങ്ങളുള്ളത്. ദീപക്കിന് അനുകൂലിച്ചുള്ള വാദവും അതുപോലെ തന്നെ ഷിംജിതയ്ക്കായി പറഞ്ഞിരുന്ന ആളുകൾ, ഷിംജിതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ബസ്സിൽ വെച്ച് അങ്ങനെ ദീപക്കിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുകയോ ദീപക്കിന്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനത്തിൽ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളിൽ ഷിംജിതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഷിംജിത ചെയ്തത് ശരിയല്ലേ, ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു മോശം അനുഭവം, അസ്വാഭാവികമായ ഒരു സംഭവം ആ ബസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ചിത്രീകരിച്ചതിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഷിംജിതയെ ന്യായീകരിക്കാമായിരുന്നു. പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് CCTV പരിശോധിച്ചതിലും അതോടൊപ്പം ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലും ആ ബസ്സിനകത്ത് അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇരുവരും ബസ്സിൽ കയറുന്നുണ്ട്, സ്വാഭാവികമായി തന്നെ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു തരത്തിലുമുള്ള അസ്വാഭാവികത ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ദേഹത്ത് തൊടുകയോ സ്പർശിക്കുകയോ ലൈംഗികോദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തരത്തിൽ പെരുമാറുകയോ അതിനെ തുടർന്ന് ബസ്സിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്.